ഹലോ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പബ്ലിക് +2 ഫിസിക്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എനിക്ക് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേക അഭിപ്രായമൊന്നുമില്ല, ഒരു വികാരമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ എഴുതാനുള്ളതിനൊക്കെ കുറേ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലെ എഴുതി കഴിഞ്ഞപ്പോഴായിട്ട് തോന്നുന്നു ഓരോ കാര്യങ്ങളെ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും പറയണം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിൽ പേപ്പർ കിട്ടിയപ്പം എല്ലാതും വട്ടിട്ട് വെച്ചിട്ട് അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മറ്റേത് അത് ഇത് അങ്ങനെ ഓരോ റൗണ്ട് ചെയ്ത് അപ്പോൾ ഒക്കെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഇരുന്നല്ലോ, അങ്ങനെ എല്ലാതും ഏകദേശമൊക്കെ റൗണ്ട് ചെയ്ത് മറ്റേത് എക്സ്ട്രാ ചെയ്തെന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് അങ്ങനെ പേജ് അങ്ങോട്ട് മറിച്ച് പോകുമ്പം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എന്തൊക്കെയൊരു ചെറിയ തകരാറ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേപ്പറിൽ. അപ്പോൾ വൺ വേർഡ് സെക്ഷനൊന്നും വലിയ ടഫും കാരണം തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എക്സ്ട്രാക്ക് മാറ്റി, പക്ഷേ എഴുതാൻ സമയം കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ തേർഡിൽ ലെൻസസ് ലോ ആണ്. പിന്നെ ഫോർത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, കാരണം ഗാമാറേ അൾട്രാറേ എക്സ്റേ എന്ന് പറഞ്ഞിട്ട് 3 V1 V2 V3 എന്നാണ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഓർഡർ ചിലപ്പോൾ മാറ്റി എഴുതാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഓർഡർ മനസ്സിലായത്. അപ്പം V1 ഗ്രേറ്റർ ദാൻ V3 ഗ്രേറ്റർ ദാൻ V2 ഒരു ഓപ്ഷനാണ്. പിന്നെ ഫിഫ്ത്തിൽ ഫസ്റ്റത്തെ R0 ആണ് R1 വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 4R0 എന്നായിരുന്നു അടുത്ത ആൻസർ കിട്ടുന്നുണ്ടാവുക. പിന്നെ കോമ്പിനേഷൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലായിരുന്നു, അതിൻ്റെ പകരം 7th ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നത്, അത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതൊക്കെ ജസ്റ്റ് നോക്കി പോയിട്ട് കുഴപ്പമില്ലാതെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 8th ക്വസ്റ്റ്യൻ അതൊക്കെ ഇന്ന് ലാസ്റ്റ് വെച്ച് നോക്കി ചാപ്റ്റേഴ്സ്, അപ്പോൾ വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ 9th ഡയാമാഗ്നറ്റിക്കിന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇക്വേഷൻ എഴുതിയത് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് എന്തായാലും പോകുന്നുണ്ടാവും. പിന്നെ 10th ക്വസ്റ്റ്യന് ഫസ്റ്റൊക്കെ നോക്കുമ്പോൾ എന്താണെന്ന് പോലും മനസ്സിലാവില്ല. പിന്നെ ജസ്റ്റ് നല്ല ഫോക്കസ് ചെയ്തപ്പോഴാണ് എവിടെയോ കണ്ടൊരു ചെറിയ പരിചയം ഉണ്ടെന്ന്. അപ്പോൾ അത് നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായി ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി, പിന്നെ പവർ അപ്പോൾ 0 ആവുമല്ലോ, അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 11th ഫസ്റ്റത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതാ ചോദിക്കാൻ, കമ്മ്യൂണിക്കേഷനുള്ളത് റേഡിയോ വേവ്സ് ആണ്. അതിലത്തെ ബി ക്വസ്റ്റ്യൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഓപ്ഷൻ 3 ആണ് എഴുതിയത്, പക്ഷെ അത് തെറ്റാത്തതുകൊണ്ട്. പിന്നെ 12th ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വെച്ച് എഴുതിയതാണ്. അതിൽ വേവ് ഫ്രണ്ട് എന്താണെന്ന് അത് മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ ആ ഒരു ഡയഗ്രാം ബാക്കി കംപ്ലീറ്റ് ആക്കാൻ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അത് നോക്കിയിട്ടില്ലായിരുന്നു. എനിക്കറിയാവുന്ന പോലെ എന്തൊക്കെയോ ഊഹിച്ചുണ്ടാക്കി എല്ലാതും കൂടെ ഒരു പോയിൻ്റ് വന്ന് കൺവേർട്ട് ചെയ്യുന്ന രീതിക്കായിരുന്നു വരച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 13th അയണൈസേഷൻ എനർജിയും പിന്നെ എൻ്റെ വാല്യൂ -13.6, അതൊക്കെ എന്തായാലും ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 14th ക്വസ്റ്റ്യനും ഞാൻ 2 ഇക്വേഷൻ വെച്ചൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എന്തോ ഭാഗ്യത്തിനും ശരിക്കും വേണ്ട ആൻസർ ഉണ്ടല്ലോ, അതായത് ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ കണ്ടിട്ട് ഈ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അത് ചെയ്തിട്ടുള്ള ഒരു 92 സംതിങ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് എത്രയൊക്കെ ആൻസർ വരൂ. പിന്നെ എന്തോ ഒരു ഇതിന് അവിടെ ഞാൻ എഴുതി വെച്ച്, അപ്പോൾ കുഴപ്പമില്ല, ആ ആൻസർ കറക്റ്റാണ്. പിന്നെ 15th ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണ് എഴുതാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോർക്കിൻ്റെ ഡെറിവേഷൻ പോലെ വേണമെങ്കിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം, ഞാനങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ മാക്സിമം വരുന്നത് ടോർക്കിൻ്റെ ആംഗിൾ 90 ആകുമ്പം. പിന്നെ 16th ക്വസ്റ്റ്യൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൻ്റെ 2 പ്രോപ്പർട്ടീസും എഴുതിയിട്ടുണ്ട്. പിന്നെ 17th മറ്റേ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സെൽഫ് ഇൻഡക്ഷൻ അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ അതിൽ രണ്ടാമത്തെ അതൊക്കെ എഴുതിയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും ബാക്കി എന്തായിരുന്നു വെലോസിറ്റി അല്ല വോൾട്ടേജ് ഒക്കെ കാണുന്ന സംഭവം ആക്കിയതിനെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 18th ഹൈജീൻസിൻ്റെ റിഫ്രാക്ഷൻ സ്നെൽസ് ലോ വരുന്ന കണക്ഷൻ ഇക്വേഷൻ, അത് ഡയഗ്രാം വരച്ച് ഫുൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 19th ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡൗട്ടാണ്, അത് കറക്കി കുത്തി 3rd ഓപ്ഷൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, ശരിയാണോ അല്ലേ എന്നൊക്കെ അറിയത്തില്ല. പിന്നെ അതിനെ എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ എഴുതിയിരുന്നു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ആൻസറും എന്തോ 3 സംതിങ് നെഗറ്റീവ് എന്തൊക്കെ ഒരു വാല്യൂ വന്നിട്ടുണ്ട്, ശരിയാണോ എന്നറിയില്ല. പിന്നെ 20th ഗോസ്ട്രിൻ മാഗ്നറ്റിസം അത് എഴുതി. പിന്നെ അതിൻ്റെ ഇതേപോലെ ന്യൂമറിക്കൽസ് എനിക്ക് എന്തോ 0.33 അങ്ങനെയൊക്കെ എന്തൊക്കെ ആൻസറാണ് കിട്ടിയിരുന്നു, പക്ഷേ അത് പിന്നെ വേറെ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വല്ലാതെ റെഡിയായി വന്നിട്ടില്ല, അപ്പോൾ അറിയത്തില്ല. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ അതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനും പിന്നെ ഇതിന് സർക്യൂട്ട് ഡയഗ്രാം കൂടെ വേണം. അപ്പോൾ ഇതേപോലത്തെ വർക്കിംഗ് ഒക്കെ വരുന്നത് നല്ല ഡീറ്റെയിൽഡാക്കി കുറേ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് 20th ഒക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിരുന്നു, പിന്നെ എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ വല്ലാതെ അതിലത്തെ ബി ഒക്കെ ഡൗട്ടായി വന്നുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലായിരുന്നു.
പിന്നെ 23-ൽ കിർച്ചോഫ് ലോ കണക്ട് ചെയ്ത് വരുന്നത് എനർജിയാലോ. പിന്നെ അതിൻ്റെ ഡയഗ്രാം വരച്ച് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജൊക്കെ ഒരു പേജ് നിറച്ച് ഞാൻ കുറേ ഇക്വേഷൻ പലത് എന്തൊക്കെ കാട്ടിച്ചിട്ടുണ്ട്. പിന്നെ 24-ൽ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ബാക്കി എൻ്റെ എക്സ്പ്ലെയിൻ തിയറി അല്ല അതും ഒക്കെ കുറേ എഴുതി വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞതിൽ വന്നതാണ് 17th ക്വസ്റ്റ്യൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അത് വേറെ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിഫ്ലക്ഷൻ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ഞാൻ എന്തെങ്കിലും മാറിപ്പോയതാണ്. 24th ആൻസർ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ അതിൽ തന്നെ 24th ഡയഗ്രാംസും തിയറിയൊക്കെ എഴുതി. പിന്നെ 25th സിമ്പിൾ മൈക്രോസ്കോപ്പിന് ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആദ്യം എനിക്ക് ചെയ്തിട്ട് കിട്ടില്ലായിരുന്നു. പിന്നെ എന്തൊക്കെ ചെയ്ത് ഒരു 3 പോയിൻറ്റ് സംതിങ് ഒക്കെ എനിക്ക് ആൻസർ കിട്ടിയത്. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഏകദേശം ഒരു 19.999 അങ്ങനത്തെ ഒരു വാല്യൂ ആണ്. അപ്പോൾ പിന്നെ ആ ഒരു വാല്യൂ വെച്ച് ഞാൻ പ്രൊസീഡ് ചെയ്ത്. പിന്നെ 26th നമ്മൾ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട് സൈഡിലും സർഫസിൽ വരുന്ന ആ ഒരു ഡെറിവേഷൻ ആ ഒരു സംഭവമായിരുന്നു. പിന്നെ അതിലത്തെ ബി ക്വസ്റ്റ്യനിൽ പോയിൻറ്റ് ചാർജിൻ്റെ വാല്യൂ ഉണ്ട്, അത് മറ്റേ 5 = Q/ε0 അത് വെച്ച് ചെയ്താൽ കിട്ടും. അതിൽ രണ്ടാമത്തെ ചെറിയ ഡൗട്ട് ഉണ്ട്, അതെന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ലോജിക്കൊക്കെ യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, പൊട്ടത്തര തോന്നുന്നുണ്ട്. പിന്നെ 27th അതിലെല്ലാം അതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഞാൻ പോയില്ല. 28th ഫേസർ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ഇമ്പിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ ബി എത്രയോ വായിച്ചിട്ട് എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20th ആ ബി ക്വസ്റ്റ്യൻ ഞാൻ കുറേ ഒരു പേജ് നിറച്ച് വെച്ചിട്ടുണ്ട്. റെസൊണൻസ് കണ്ടീഷൻ്റെ എല്ലാ സംഭവങ്ങളും വാരി വലിച്ച് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കട്ടിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഫ്രീക്വൻസിയിൽ വാല്യൂ കണ്ടെത്താൻ തോന്നുന്നുണ്ട്. അറ്റ് വാട്ട് ഫ്രീക്വൻസി ചോദിക്കുന്നില്ല, അപ്പം അതൊന്നും അറിയത്തില്ല. അറിയുന്ന രീതിക്ക് എന്തൊക്കെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 29th പ്രിസം വരച്ചു, അതിൻ്റെ ഇക്വേഷനും ഗ്രാഫില്ലേ തോന്നുന്നു, വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പം എന്തൊക്കെ മിസ്റ്റേക്ക് ആക്കിയോ, മാർക്ക് പോവുക, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ദിവസം ഉറങ്ങാതിരുന്ന് ഒരു ഏകദേശം ഇന്ന് രാവിലെ എക്സാമിന് പോകുന്നതിന് മുന്നൊക്കെ ആയിട്ട് പോർഷൻസ് തീർത്തത്. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തൊക്കെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. സോ താങ്ക് യു.